നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് ലഹരിയിൽ സിനിമ സീരിയൽ നടിയുടെ പരാക്രമം നക്ഷത്രമണിയത് പോലീസും നാട്ടുകാരും. കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് സംഭവം. ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ മുമ്പുണ്ടാക്കിയ നടിയാണ് അശ്വതി ബാബു. മട്ടന്നൂർ പോലീസിനെയും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിലെ ജീവനക്കാരെയുമൊക്കെ അവർ വട്ടം കറക്കി. കേരളത്തിൽ സിനിമാ സീരിയൽ രംഗത്ത് ഇപ്പോൾ മയക്കുമരുന്ന് ഇടപാടുകൾ ഏറി വരുന്നു. പല സീരിയൽ നടീനടന്മാരും മയക്കുമരുന്നിന് അടിമകളാണ്. ഏറെക്കാലമായി മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ച നായികയാണ് അശ്വതി ബാബു. ഇക്കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവർ മട്ടന്നൂരിലെ ഒരു ലോഡ്ജിൽ താമസിക്കുന്നു. ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് കൂടെയുള്ളവർ ഇവരെ ആശുപത്രിയിലാക്കിയത്. ആശുപത്രിയിൽ അശ്വതിക്ക് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കി. എന്നാൽ അവിടെയുള്ള ജീവനക്കാരോടും മറ്റു രോഗികളോടുമൊക്കെ അവർ തട്ടിക്കയറി. ആശുപത്രിയിൽ നടിയുടെ പരാക്രമം നടക്കുന്ന വിവരം മെഡിക്കൽ ഓഫീസർ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. തുടർന്ന് പോലീസ് ഗവൺമെന്റ് ആശുപത്രിയിലെത്തി. താൻ തുടർച്ചയായി ലഹരി ഉപയോഗിക്കുന്നുവെന്നും ആശുപത്രിയിൽ എത്തിച്ച് അവരുടെ കൂടെ താൻ പോവില്ല എന്നും തനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണമെന്നും അശ്വതി ബാബു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്നെ ലേബർ റൂമിലാക്കുന്നില്ല എന്നൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. പോലീസുകാരുടെ നേർക്ക് നടി പരാക്രമം തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. നടി മയക്കുമരുന്ന് ലഹരിയിലായിരുന്നുവെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു. മണിക്കൂറുകളോളം ആശുപത്രിയിൽ പൊളഞ്ഞ ഇവരെ ഒടുവിൽ ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെയാണ് മാനസികാശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അഭിനയിക്കാൻ കഴിവ്, നല്ല സൗന്ദര്യം. അശ്വതി ബാബു സീരിയലുകളിൽ ഏറെ മിന്നിത്തിളങ്ങിയിട്ടുണ്ട്. എന്നാൽ സീരിയലിലും സിനിമയിലുമൊന്നും വളർന്നു കയറാൻ അവർക്ക് കഴിഞ്ഞില്ല. കയ്യിലിരിപ്പ് തന്നെയാണ് അതിന്റെ മുഖ്യ കാരണം. അമിതമായി ലഹരി ഉപയോഗിച്ചതിന് ശേഷം പല പ്രശ്നങ്ങളിലും ഇവർ മുൻപ് ചെന്നുപെട്ടിട്ടുണ്ട്. ഒരിക്കൽ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചതിനെ തുടർന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒന്നല്ല പലവട്ടം. വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നടിയാണ് ഇത്തരം പരാക്രമങ്ങൾ തുടർച്ചയായി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത്. അശ്വതി ബാബുവിന്റെ സുഹൃത്തായ നൌഫൽ 2 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് കാട്ടിക്കൂട്ടിയ ചില പരാക്രമങ്ങൾ. നൌഫലിനൊപ്പം അന്ന് അശ്വതി ബാബുവും അരങ്ങ് തകർത്തു. കുസാറ്റ് ജംഗ്ഷൻ മുതൽ തൃക്കാക്കര ക്ഷേത്രം വരെയുള്ള റോഡിലൂടെയായിരുന്നു യുവാവിന്റെ ഡ്രൈവിംഗ് പരാക്രമം. നാട്ടുകാർ തൃക്കാക്കര ക്ഷേത്രത്തിന് സമീപം വെച്ച് ഈ വാഹനം തടഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ടയർ പൊട്ടിയതിനെ തുടർന്ന് നടന്നില്ല. ഇതോടെ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാനായി അവരുടെ ശ്രമം. തുടർന്നാണ് തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തിയത്. കുസാറ്റ് സിഗ്നലിൽ വാഹനം നിർത്തി മുന്നോട്ടും പിന്നോട്ടുമൊക്കെ എടുത്ത് അഭ്യാസം കാണിച്ചതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത്. അവിടെ നിന്ന് വാഹനം എടുത്തപ്പോൾ മുതൽ പല വാഹനങ്ങളിൽ ഇടിച്ചു. എന്നിട്ടവർ നിർത്താതെ പോയി. ടയർ പൊട്ടിയതിനെ തുടർന്ന് നാട്ടുകാർ വാഹനത്തിന് ചുറ്റും തടിച്ചുകൂടി. ആളുകൾ ചുറ്റിലും കൂടിയതോടെ ഒപ്പമുണ്ടായിരുന്ന നടി അശ്വതി ബാബു കളത്തിലിറങ്ങി. 2018 MDA ലഹരി പദാർത്ഥവുമായി ഇരുവരും മുൻപ് പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇതോടെയാണ് അശ്വതി ബാബു വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയത്. ഇരുവരും ജയിലിലായി എങ്കിലും ലഹരി ഉപയോഗം അവസാനിപ്പിച്ചില്ല. അന്നിവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ അനാശാസ്യ പ്രവർത്തനവും ലഹരി ഉപയോഗവും നടന്നിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നു. കസ്റ്റഡിയിൽ നിന്ന് പുറത്തുവിട്ടാലും ലഹരി മരുന്നില്ലാതെ ജീവിക്കാനാവില്ല എന്നതാണ് അശ്വതി ബാബു ഉൾപ്പെടെയുള്ള ചിലരുടെ അവസ്ഥ. പ്രായപൂർത്തിയാകും മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് ഒബ്സർവേഷൻ ഹോമിൽ കഴിഞ്ഞ ചരിത്രവുമുണ്ട് ഇവർക്ക്. 2016 ദുബായിൽ വെച്ചും ലഹരി ഉപയോഗത്തിന് പിടിയിലകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം തുമ്പ ആറാട്ടുവഴി സ്വദേശിനിയാണ് അശ്വതി ബാബു. കൊച്ചിയിൽ നടന്ന പരാക്രമത്തിന് തൊട്ടുപിന്നാലെ വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ പിന്നീട് അശ്വതി ബാബു കുടുങ്ങി. അന്ന് ഞാറക്കൽ പോലീസാണ് അശ്വതി ബാബുവിന്റെയും നൌഫലിന്റെയും പേരിൽ കേസെടുത്തത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം ഒടുവിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ കലാശിച്ചു. നായരമ്പലം സ്വദേശി കിഷോറിന്റെ വീട് കയറിയാണ് ആക്രമണം നടത്തിയത്. കിഷോറിനെയും അദ്ദേഹത്തിന്റെ അമ്മയെയും വീട് കയറി ആക്രമിച്ചുവെന്നായിരുന്നു പിന്നീട് പോലീസിന് മുൻപാകെ വന്ന പരാതി. നൌഫലുമായുള്ള വിവാഹത്തിന് തൊട്ടുപിന്നാലെയാണ് ഈ പരാക്രമം. ലഹരി ഇടപാടുകളിൽ അടക്കം പ്രതിയായ അശ്വതി ബാബുവിനെതിരെ അന്ന് പോലീസ് ശക്തമായ കേസെടുത്തു. 16-ാം വയസ്സിൽ കൊച്ചിയിൽ കാമുകനൊപ്പമെത്തി താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് അശ്വതി ബാബു ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് ലഹരി ഇടപാടുകളിൽ താൻ ചെന്നുപെട്ടു. പുതിയ ജീവിതം ആരംഭിക്കണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് നൌഫലുമൊത്ത് ജീവിക്കാൻ തീരുമാനിച്ചതും നൌഫലിനെ വിവാഹം കഴിച്ചതെന്നും അശ്വതി ബാബു പിന്നീട് വ്യക്തമാക്കിയിരുന്നു. 16-ാം വയസ്സിൽ കൊച്ചിയിലെത്തിയ തന്നെ പിന്നീട് കാമുകന്മാർ ലഹരി മരുന്ന് നൽകി അവരുടെ ചൊൽപ്പിടിക്ക് നിർത്തി. പലരുടെയും മുന്നിൽ കാഴ്ചവെച്ച് പണം വാങ്ങിയിട്ടുണ്ട് എന്നും അശ്വതി പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. കാമുകനും ഒരു പെൺസുഹൃത്തിനുമൊപ്പമാണ് താൻ കൊച്ചിയിലെത്തിയത്.
ഇവരുടെ ഒപ്പം കൂടിയതിനു ശേഷമായിരുന്നു തന്റെ വഴി പിഴച്ചത്. തന്റെ കാമുകൻ സാബു എന്ന് പറയുന്ന ആളായിരുന്നുവെന്നാണ് അശ്വതി ബാബു വെളിപ്പെടുത്തിയത്. ഇയാളാണ് തനിക്ക് ആദ്യം മയക്കുമരുന്ന് നൽകിയത്. പിന്നീട് ശ്രീകാന്ത് എന്നയാൾ ഡ്രൈവറായി എത്തിയതോടുകൂടി തനിക്ക് മയക്കുമരുന്ന് നൽകി മറ്റുള്ളവർക്ക് തന്നെ കാഴ്ചവെച്ചു. വിവാഹം കഴിക്കാം എന്ന് ഉറപ്പ് നൽകിയാണ് തന്നെ അവർ കൂട്ടിക്കൊണ്ടു നടന്നത് എന്നൊക്കെ അശ്വതി പറഞ്ഞിരുന്നു. പലവിധം തന്നെ ഉപയോഗിച്ചു. ഒടുവിൽ ഗർഭിണിയായി. പക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭം അലസിപ്പിച്ചു. ഒടുവിൽ മാനസിക രോഗത്തിന് അടിമയായി എന്ന് അശ്വതി ബാബു തുറന്നു പറഞ്ഞിരുന്നു. താൻ ഒരിക്കലും ലഹരി മരുന്ന് കച്ചവടം നടത്തിയിട്ടില്ല എന്നാണ് ഒരിക്കൽ മാധ്യമങ്ങളോട് അശ്വതി ബാബു പറഞ്ഞത്. എന്നാൽ തനിക്ക് ചുറ്റുമുള്ളവരൊക്കെ ലഹരി മരുന്നിടപാടുകളിൽ പെട്ടവരായിരുന്നു. ലഹരി ഉപയോഗിച്ചു തുടങ്ങിയതോടെ ലഹരി ഉപയോഗിക്കാതെ ഒരു ദിവസം പോലും കഴിഞ്ഞുകൂടാൻ വയ്യാത്ത അവസ്ഥയായി തനിക്കെന്ന്. പെൺവാണിഭം നടത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കൂടെയുള്ളവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് പലപ്പോഴും താൻ ബലിയാടായി എന്നാണ് അശ്വതി ബാബു പറഞ്ഞിട്ടുള്ളത്. നിരവധി പേർ കൊച്ചിയിൽ സ്നേഹം തടിച്ച് ഒപ്പം കൂടും. അവർക്കെല്ലാം എൻ്റെ ശരീരവും പണവുമായിരുന്നു ആവശ്യം. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. കൊച്ചിയിലെത്തിയതോടെ എൻ്റെ ജീവിതം താറുമാറായി. എനിക്ക് എന്നോട് അനുകമ്പ തോന്നിയ ഒരു മനുഷ്യൻ ഒരു സിനിമയിൽ വേഷം നൽകി. അതോടെ ഞാൻ സിനിമാ നടിയായി. എന്നാൽ ആ ലേബൽ വെച്ച് എൻ്റെ കാമുകന്മാർ എൻ്റെ ഇറച്ചിക്ക് വിലപേശിയെന്നാണ് അശ്വതി ബാബു തുറന്നു പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ മാതാപിതാക്കൾക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കൊച്ചിയിലെ തെരുവുകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതങ്ങൾ. സിനിമാ പ്രാന്ത് കയറി അല്ലെങ്കിൽ മോഡലിംഗ് സ്വപ്നങ്ങളുമായി കൊച്ചിയിലേക്ക് ചേക്കേറുന്നവരിൽ പലരും പെൺവാണിഭ സംഘങ്ങളുടെ കയ്യിൽ അകപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. കൊച്ചി പലതിൻ്റെയും ഒരു ഇഷ്ടവേദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ തൊഴിലാവശ്യങ്ങൾക്കാവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാവാം കൊച്ചിയിലെത്തുന്ന പെൺകുട്ടികളെ വലിയ ചതിക്കണ്ണികൾ കാത്തിരിപ്പുണ്ട്. കാമുകന്മാർ വലവിരിച്ച് അവരെ ചതിക്കണികളിൽ പെടുത്തും. പിന്നീട് പണമുണ്ടാക്കാനുള്ള പല വഴികളും ഇവരൊക്കെ ഉപദേശിക്കും. ആ ചതിക്കണികളിൽ ചെന്നുപെട്ടാൽ പിന്നെ രക്ഷപ്പെടുക എളുപ്പമല്ല. കേരളം ഭയക്കുന്ന പല ഇടപാടുകളുടെയും വിളനിലമായി കൊച്ചി മാറിയിരിക്കുന്നു. വലിയ തോതിൽ മയക്കുമരുന്ന് ഇടപാടുകളും പെൺവാണിഭവുമൊക്കെ അരങ്ങ് തകർക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ. അതുകൊണ്ട് തന്നെ പല ചതിക്കുഴികളിലും എത്രയെത്ര പെൺകുട്ടികൾ വീണുടയുന്നു. അശ്വതി ബാബു അത്ര നിഷ്കളങ്കയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ലഹരി ഇടപാടിലൂടെ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പരാക്രമങ്ങൾ കാട്ടിയ അശ്വതിയുടെ കഥകൾ വൈറലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.